ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വരെ ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷിത ബോധം നൽകിയത് അമേരിക്കയുടെ പിന്തുണയാണ്. പോരാത്തതിന് അമേരിക്കൻ ആയുധങ്ങളും. രാജ്യത്തേക്ക് പാഞ്ഞുവരുന്ന മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുന്ന മിടുക്കൻ മിസൈലുകൾ കയ്യിലുള്ളപ്പോൾ ആർക്കും വേഗം ആക്രമിക്കാൻ കഴിയില്ല എന്ന് അവർ വിശ്വസിച്ചു. കാരണം അമേരിക്കൻ പ്രതിരോധത്തിന്റെ കുന്തുമുന, ലോകോത്തര മിസൈൽ പ്രതിരോധ സംവിധാനം എന്നൊക്കെ അറിയപ്പെടുന്ന താഡ് പാട്രിയറ്റ് മിസൈലുകളായിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ വെർച്വൽ ബോഡി ഗാർഡുകൾ. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളുടെ മേൽ ഡൊണാൾഡ് ട്രംപ് കെട്ടിയേൽപ്പിച്ച താഡിനും പാട്രിയോട്ടിനുമൊക്കെ ഒടുവിൽ എന്ത് സംഭവിച്ചു? ലക്ഷം കോടി ഡോളറുകൾ ചിലവിട്ട് സൗദി വാങ്ങിയ താഡും പാട്രിയോട്ടും ഒക്കെ നനഞ്ഞ പടക്കമായി. ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ പ്രഭവ കേന്ദ്രത്തിൽ തന്നെ കണ്ടെത്തി നശിപ്പിക്കുന്ന അത്യുഗ്ര പ്രതിരോധ സംവിധാനം എന്നൊക്കെ US വീമ്പിളക്കിയ താഡ് ഇറാന്റെ വില കുറഞ്ഞ ഡ്രോണുകൾക്കും ബാലിസ്റ്റിക് മിസൈലുകൾക്കും മുന്നിൽ അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. സൗദി അറേബ്യയിലും UAEയിലും ജോർദാനിലുമൊക്കെയുള്ള താഡിനെ നിയന്ത്രിക്കുന്ന അതിസൂക്ഷ്മ റഡാറുകളിൽ ബാലിസ്റ്റിക് മിസൈൽ നേരിട്ട് പതിച്ചു. നാണക്കേട് ഇരട്ടിയാക്കി സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം പുറത്തു വന്നു. ചുരുക്കത്തിൽ അമേരിക്കയും ട്രംപും വീമ്പിളക്കിയ താഡ് എന്ന പ്രതിരോധ കുട ചോർച്ചയുള്ള കുടയായിരുന്നു എന്ന് നിരാശയോടെ ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കി. അമേരിക്കയിൽ നിന്ന് പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്ന ആയുധ ഇടപാടിനായി $142 ബില്യൺ സൗദി അറേബ്യ ചിലവഴിച്ചത്. എന്നിട്ട് കിട്ടിയത് ഈ ചോർച്ചയുള്ള കുടയാണ് എന്നതിൽ സൗദിക്ക് പ്രതിഷേധമുണ്ട്. അതും ഇറാൻ ആക്രമണത്തിന് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ സംവിധാനങ്ങൾ സ്ഥാപിച്ചതും. മാത്രമോ, ഇറാനെ ആക്രമിക്കാൻ വ്യോമപാത വിട്ടു നൽകാതിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അമേരിക്ക പറഞ്ഞത് ഇറാൻ അവരെ ആക്രമിച്ചാലും സുരക്ഷയ്ക്ക് താഡും പാട്രിയോട്ടും ഉണ്ടല്ലോ, അതിന്റെ കരുത്ത് പരീക്ഷിക്കുകയും ചെയ്യാമല്ലോ എന്നാണ്. US-ഉം ഇസ്രായേലും ഇറാനെ ആക്രമിച്ചു. പകരമായി ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളിൽ തിരിച്ചടിച്ചു. താഡും പാട്രിയോട്ടും ഒക്കെ പൊളിഞ്ഞു പാളീസായി. ഗൾഫ് രാഷ്ട്രങ്ങൾ കത്തിയമരുന്ന കാഴ്ച ഇതിനുള്ള സംസാരിക്കുന്ന തെളിവുകളാണ്. ഫലം, താഡും പാട്രിയോട്ടും ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഒരു ബാധ്യതയ്ക്കപ്പുറം പേടി സ്വപ്നം കൂടിയായി. സൗദി, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നീ 6 GCC രാജ്യങ്ങളിൽ ഇറാനിയൻ മിസൈലുകൾ വന്നു പതിച്ചു. 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 1000-ലധികം ഡ്രോണുകളുമാണ് യുദ്ധം തുടങ്ങി ഇക്കാലയളവിനുള്ളിൽ ഇറാനിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിൽ വന്നു വീണത്. അമേരിക്കയുടെ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള സൈനിക താവളങ്ങളും മറ്റുമാണ് ആക്രമിക്കുന്നത് എന്ന് ഇറാൻ പറഞ്ഞുവെങ്കിലും GCCയിലെ നഗര കേന്ദ്രങ്ങളും ഊർജ കേന്ദ്രങ്ങളും എയർപോർട്ടുകളും അടക്കമുള്ള സിവിലിയൻ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കപ്പെട്ടു. അമേരിക്കൻ പ്രതിരോധ സംവിധാനം തകർന്നതിന്റെ ഈ തെളിവുകളൊന്നും എത്ര മൂടിവെച്ചാലും മറയുകയുമില്ല. സൗദിക്ക് കിട്ടിയ താഡിന്റെ റഡാറിനെ ഇറാൻ ആക്രമണത്തിന് ശേഷം കണ്ടെത്തിയത് കത്തിക്കരിഞ്ഞ അവശിഷ്ടമായിട്ടാണ്. ജോർദാനിലെ മുവഫക് സാൾട്ടി എയർബേസിലെ താഡ് റഡാറാകട്ടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ അവശിഷ്ടത്തെ ഓർമ്മിപ്പിച്ചു. UAEയിലെ അൽ റുവൈസിലെ താഡാകട്ടെ ഇറാനിൽ നിന്ന് ഒന്നിലധികം തവണ നേരിട്ടുള്ള മിസൈൽ ആക്രമണം ചെറുക്കാനാകാതെ മൃതിയടഞ്ഞു. പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ സംവിധാനത്തിന് ആ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇറാൻ നിർമ്മിക്കുന്ന വില കുറഞ്ഞ ഡ്രോണുകൾ കണ്ടെത്താൻ പോലും ഈ ഇന്റർസെപ്റ്റർ സംവിധാനത്തിന് കഴിഞ്ഞില്ലത്രേ. തുടരെ എത്തിയ മിസൈലുകളും ഡ്രോണുകളും കണ്ടെത്താനാകാതെ പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ ക്ഷീണിച്ചു. മുൻപ് ഹൂതികൾക്കെതിരെ സ്വന്തം നിലയിൽ ഇന്റർസെപ്റ്റർ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള UAEക്ക് പക്ഷേ ഇക്കുറി താഡ് കൊണ്ടുപോലും ഒരു പ്രയോജനവും കിട്ടിയില്ല. തിരിച്ചടി കിട്ടിത്തുടങ്ങിയതോടെ താഡ് ബാറ്ററികൾ അടിയന്തരമായി അമേരിക്ക ദക്ഷിണ കൊറിയയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടാകുമെന്ന് ഉറപ്പൊന്നുമില്ല. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞ കണക്കുകൾ പ്രകാരം ഇറാൻ ഒരു മാസം നിർമ്മിക്കുന്നത് 100-ലധികം ഡ്രോണുകളാണ്, അതും കുറഞ്ഞ ചെലവിൽ. ഈ സ്ഥാനത്ത് അമേരിക്കയ്ക്ക് ഒരു മാസം കൊണ്ട് ആകെ നിർമ്മിക്കാനാകുക 6-7 ഇന്റർസെപ്റ്ററുകൾ മാത്രവും. 100-ലധികം മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാൻ ഈ 6-7 ഇന്റർസെപ്റ്ററുകൾ കൊണ്ട് എങ്ങനെ സാധിക്കാനാണ്? ലക്ഷക്കണക്കിന് കോടി ഡോളറുകൾ ചിലവഴിച്ച് ഇന്റർസെപ്റ്ററുകൾ വാങ്ങിയിട്ടും അവ ഫലവത്താകാത്തത് ഒരു ഭാഗത്ത് സൗദി അടക്കമുള്ളവർക്ക് ആശങ്ക കടുപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഒരു മാസം നിർമ്മിക്കുന്ന മിസൈലുകളുടെ കണക്കും വെടിനിർത്തൽ ചർച്ചകളിൽ അമേരിക്ക സ്വീകരിക്കുന്ന ചാഞ്ചാട്ടമുള്ള നിലപാടുകളും അക്ഷരാർത്ഥത്തിൽ തീകോരിയിടുന്നത് സൗദി അടക്കമുള്ള GCC രാഷ്ട്രങ്ങളുടെ നെഞ്ചിലാണ്. സമാധാനം ഇനിയും അകന്നു നിന്നാൽ, സമാധാന ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും US ഇറാനെ ആക്രമിച്ചാൽ ഇപ്പോൾ ഇറാൻ നിർത്തിവെച്ചിട്ടുള്ള ഗൾഫ് ആക്രമണം പുനരാരംഭിച്ചേക്കും. ഇനിയൊരു ആക്രമണം താങ്ങാനുള്ള കരുത്ത് ഈ GCC രാഷ്ട്രങ്ങൾക്ക് ഉണ്ടോ എന്ന കാര്യവും സംശയമാണ്.
തങ്ങളെ കബളിപ്പിച്ചു എന്ന് പറയാതെ പറയുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. പക്ഷേ അതൊന്നും അമേരിക്കയെ ബാധിക്കുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന എണ്ണ കയറ്റുമതി നടത്തിയിരിക്കുകയാണ് അവർ. ഇറാനെതിരായ US-ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടെയാണ് US-ൽ നിന്നുള്ള എണ്ണയ്ക്ക് രാജ്യാന്തര വിപണിയിൽ ആവശ്യം കുതിച്ചുയർന്നത്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള വ്യത്യാസം പ്രതിദിനം 66,000 ബാരലായി കുറഞ്ഞുവെന്ന് US പറയുന്നു. 2001 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഇത്. കയറ്റുമതി പ്രതിദിനം 52 ലക്ഷം ബാരലിൽ എത്താനാണ് സാധ്യത. കഴിഞ്ഞ 7 മാസത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന നിരക്ക് കൂടിയാണ് ഇത്. പ്രതിദിനം 60 ലക്ഷം ബാരൽ വരെ എണ്ണ കയറ്റുമതി ചെയ്യാൻ US-ന് ശേഷിയുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതായിരുന്നില്ലേ അമേരിക്കയുടെ യഥാർത്ഥ യുദ്ധലക്ഷ്യം? ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേലയെ അധീനതയിലാക്കി. വലിയ എണ്ണ വിൽപ്പനക്കാരായ ഗൾഫ് രാജ്യങ്ങൾ സുഹൃത്തുക്കളാണ്. മൂന്നാമത്തെ വലിയ എണ്ണ നിക്ഷേപമുള്ള ഇറാന്റെ എണ്ണ കൂടി കിട്ടിയാൽ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി തീരുമാനിക്കുന്ന തരത്തിലേക്ക് അമേരിക്കയ്ക്ക് ഉയരാം. ഒരു യുദ്ധം നടത്തിയപ്പോൾ തന്നെ അവരുടെ എണ്ണ കയറ്റുമതി വളരെയധികം വർദ്ധിച്ചു. ഹോർമുസ് ഒഴിവാക്കി എണ്ണക്കടത്ത് നടത്തുന്നത് ആലോചിക്കുന്ന രാജ്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിലാകുമ്പോൾ പണമൊഴുക്ക് വിചാരിച്ചതിലും കൂടും. ഗ്രീൻലാൻഡിൽ ട്രംപ് കണ്ണുവെച്ചതും അവിടെ നിന്നുള്ള ലഭിക്കാവുന്ന ധാതുക്കളുടെ കണക്കെടുത്ത ശേഷമാണ്. അതേ കച്ചവട കണ്ണോടെയാണ് ട്രംപ് യുദ്ധത്തിനിറങ്ങിയത് എന്ന് പല അന്താരാഷ്ട്ര വിദഗ്ധരും നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. അത് സത്യമാവുകയാണോ എന്ന് സംശയിക്കണം. ആണവ പദ്ധതിയും മിസൈൽ പ്രഹരശേഷി തുടങ്ങിയവ ഇസ്രയേലിന്റെ തലവേദനയാണ്. ഹോർമുസ് എന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെയും. അമേരിക്കയിൽ സമ്പത്ത് കുന്നുകൂടണം, മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ. ആ ലക്ഷ്യത്തിലേക്കുള്ള ചില വഴികൾ മാത്രമാണ് ട്രംപിന് ഈ യുദ്ധം. അതിനിടെ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അഥവാ BBC. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായക വിദേശ നയ പ്രഖ്യാപനങ്ങൾക്ക് തൊട്ടു മുൻപായി ആഗോള വിപണികളിൽ കോടികളുടെ അസ്വാഭാവിക ഇടപാടുകൾ നടന്നുവെന്നാണ് റിപ്പോർട്ട്. ഔദ്യോഗിക അറിയിപ്പുകൾ പുറത്തു വരുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് നടന്ന ഈ വൻകിട വാതുവെപ്പുകൾക്ക് പിന്നിൽ ഇൻസൈഡർ ട്രേഡിംഗ് അഥവാ രഹസ്യ വിവരങ്ങൾ ചോർത്തി ലാഭമുണ്ടാക്കൽ ആണെന്ന സംശയം ശക്തമാവുകയാണ്. ട്രംപിന്റെ രണ്ടാം ഊഴത്തിലെ 5 പ്രമുഖ സംഭവങ്ങൾ ഉദ്ധരിച്ചാണ് വിപണിയിലെ ഈ കള്ളക്കളി വിവരിക്കുന്നത്. ഈ വർഷം മാർച്ച് 9 യുദ്ധം ഏതാണ്ട് അവസാനിക്കാറായെന്ന് ട്രംപ് CBS ന്യൂസിനോട് പറഞ്ഞത് രാത്രി 7:16 എന്നാൽ ഇതിന് 47 മിനിറ്റ് മുൻപ് തന്നെ ഓയിൽ ഫ്യൂച്ചർ വിപണിയിൽ എണ്ണവില ഇടിയുമെന്ന പ്രവചനത്തോടെ വൻതോതിൽ പണം നിക്ഷേപിക്കപ്പെട്ടു. പിന്നാലെ ട്രംപ് അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ സംസാരിക്കുക കൂടി ചെയ്തതോടെ എണ്ണവില 25% കുറഞ്ഞു. മുൻകൂട്ടി പണം ഇറക്കിയവർ കോടികൾ ലാഭമുണ്ടാക്കുകയും ചെയ്തു. സമാനമായി മാർച്ച് 23 ഇറാനുമായുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിന് 14 മിനിറ്റ് മുൻപ് ചില നീക്കങ്ങൾ വിപണിയിലുണ്ടായി. ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ ഒരു മനമാറ്റം. ട്രംപിന്റെ സമാധാന പ്രഖ്യാപനം മുൻകൂട്ടി അറിഞ്ഞെന്ന വണ്ണം വിപണിയിൽ ഓയിൽ കോൺട്രാക്റ്റുകൾ വിറ്റഴിക്കപ്പെട്ടത് അസ്വാഭാവികമാണ് എന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പ്രഖ്യാപിച്ച ലിബറേഷൻ ഡേ താരിഫുകളിലും ഇത്തരം ഇടപെടലുകൾ കാണാം. ലോകരാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക നികുതികളിൽ നിന്ന് പൊടുന്നനെ 90 ദിവസത്തെ ഇളവ് പ്രഖ്യാപിക്കാൻ ട്രംപ് തീരുമാനിച്ചു. ഈ വാർത്ത പുറത്തു വരുന്നതിന് 18 മിനിറ്റ് മുൻപ് തന്നെ അമേരിക്കൻ ഓഹരി സൂചികയായ S&P 500-ൽ വൻതോതിൽ നിക്ഷേപം നടന്നു. മിനിറ്റിൽ 100-ലധികം കരാറുകൾ മാത്രം നടന്നിരുന്ന സ്ഥാനത്ത് ആ സമയത്ത് 10,000-ലധികം ഇടപാടുകളാണ് നടന്നത്. കേവലം $2 മില്യൺ നിക്ഷേപിച്ചവർക്ക് ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ $20 മില്യൺ വരെ ലാഭം കൊയ്യാൻ സാധിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. തുടർച്ചയായി 7 ദിവസം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന വിപണിയിൽ പെട്ടെന്നുണ്ടായ ഈ കുതിപ്പ് മുൻകൂട്ടി കാണാൻ ചില നിക്ഷേപകർക്ക് എങ്ങനെ സാധിച്ചു എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഭരണകൂടത്തിലെ ഉന്നതർ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ടോ എന്ന സംശയമാണ് ഇത് ബലപ്പെടുത്തുന്നത്. വിപണിയെ സ്വാധീനിക്കുന്ന വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് മുൻപ് അതുപയോഗിച്ച് ലാഭമുണ്ടാക്കുന്നത് അമേരിക്കൻ നിയമപ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇൻസൈഡർ ട്രേഡിംഗ് ഇന്ത്യയിലും കുറ്റമാണ്. അമേരിക്കയിൽ ട്രംപിന്റെ ഓരോ നീക്കവും വിപണിയെ പിടിച്ചുലയ്ക്കുന്ന സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ പുറത്തു പോകുന്നത് തടയാൻ വൈറ്റ് ഹൗസിന് കഴിയുന്നില്ല എന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. പ്രസിഡന്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അഭിമുഖങ്ങളും കൃത്യമായി പ്രവചിക്കാൻ ചിലർക്ക് സാധിക്കുന്നത് യാദൃച്ഛികമല്ല എന്നാണ് വിദഗ്ധരുടെ പക്ഷം. സംഭവത്തിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്ന് ഡെമോക്രാറ്റിക് സെനറ്റർമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഭരണകൂടത്തോട് അടുത്തു നിൽക്കുന്നവർക്കും സുഹൃത്തുക്കൾക്കും പണമുണ്ടാക്കാൻ സൗകര്യമൊരുക്കുന്നു എന്നാണ് ആരോപണം. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ട്രംപിന്റെ ശൈലി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നിക്ഷേപകർക്ക് ഇത്തരം മാറ്റങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുമെന്നാണ് ഒരു വിഭാഗം അനലിസ്റ്റുകളുടെ വാദം.